ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അത് അനിവാര്യ ഘടകമാണ്. ഈ വസ്ത്രധാരണ രീതി ആദ്യമായി വികലമാക്കിയിട്ടുള്ളത് പിശാചാണ് എന്നുള്ളത് പരിശുദ്ധമായ ഖുർആൻ മുഖേന നമുക്ക് വ്യക്തമായ രീതിയിൽ തിരിച്ചറിയാൻ സാധിക്കുന്നു. നമുക്കറിയാം, ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ചു. നല്ലതുപോലെ ശ്രദ്ധിക്കണം. പ്രഥമ മനുഷ്യൻ സയ്യിദുനാ ആദം അലൈഹിസ്സലാം. وَإِذْ قَالَ رَبُّكَ لِلْمَلَائِكَةِ إِنِّي جَاعِلٌ فِي الْأَرْضِ خَلِيفَةً قَالُوا أَتَجْعَلُ فِيهَا مَن يُفْسِدُ فِيهَا وَيَسْفِكُ الدِّمَاءَ وَنَحْنُ نُسَبِّحُ بِحَمْدِكَ وَنُقَدِّسُ لَكَ قَالَ إِنِّي أَعْلَمُ مَا لَا تَعْلَمُونَ. പരിശുദ്ധ ഖുർആൻ പറയാം, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ മലായിക്കത്തുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെക്കുറിച്ച് മുശാവറ നടത്തി. ഈ ചരിത്രമൊക്കെ നമുക്കറിയാവുന്നതാണ്. ഞാൻ എന്തിനാണ് ഈ ചരിത്രം കൊണ്ടുവരുന്നത്? അതിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ വരേണ്ടത്. നല്ലതുപോലെ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല മലായിക്കത്തുകളോട് മുശാവറ നടത്തി. പ്രഥമ മനുഷ്യനാകുന്ന ആദമിനെ ഞാൻ പടക്കട്ടെയോ, മനുഷ്യനെ ഞാൻ സൃഷ്ടിക്കട്ടെയോ? ഉടനെ അവർ പറഞ്ഞുവത്രേ, നഹ്നു നുസബ്ബിഹുക വ നുഖദ്ദിസു ലക. ഞങ്ങളുണ്ടല്ലോ റബ്ബേ നിന്നെ പരിശുദ്ധപ്പെടുത്താൻ, നിന്നെ വാഴ്ത്താനും നിന്നെ പുകഴ്ത്താനും ഞങ്ങളുണ്ടല്ലോ. പിന്നെന്തിനാണ് ഈ ഭൂമിയിലെ രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാക്കുന്ന മാനവനെ നീ എന്തിനു പടക്കണമെന്ന് പടച്ച റബ്ബിനോട് മലായിക്കത്തുകൾ ചോദിച്ചപ്പോ അല്ലാഹു മറുപടി കൊടുത്തുവത്രേ, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. നിങ്ങളെ കൂടുതൽ ഈ വിഷയത്തിൽ അറിവുള്ളവൻ ഞാനാണ്. നിങ്ങളോട് ഞാൻ മുശാവറ നടത്തി എന്നുള്ളത് കാര്യം തന്നെയാണ്. പക്ഷേ മനുഷ്യരിൽ നിന്ന് ഈ കിടക്കുന്ന സയ്യിദത്ത് മുത്തുബീബി റളിയല്ലാഹു അൻഹയെ പോലെയുള്ളതാകുന്ന മഹദികളടക്കം ബഹുമാനപ്പെട്ടതാകുന്ന സാത്വികരാകുന്ന സമുന്നതരാകുന്ന കാസർഗോഡ് ജില്ലയിലെ വിവിധ പ്രവിശ്യകളിൽ അന്തിവിശ്രമം ചെയ്യുന്നതാകുന്ന ഔലിയാക്കളും മഹത്തുക്കളും അടക്കമുള്ളതാകുന്ന ജനകോടികൾ അവരിൽ നിന്ന് ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ പടച്ചറബ് പറഞ്ഞു, ഇന്നി അഅലമു മാ ലാ തഅലമൂൻ. നിങ്ങളെക്കാൾ കൂടുതൽ ഈ വിഷയത്തിൽ അറിവുള്ളവൻ ഞാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുകയാണ്. തഫ്സീർ ജലാലൈനി അടക്കമുള്ള മുതഅല്ലിമീങ്ങൾ ഓതുന്നതാകുന്ന തഫ്സീറുകളടക്കം കാണാം. 63 ഇനം മണ്ണുകൾ കുഴച്ചിട്ടാണത്രേ പ്രഥമ മനുഷ്യൻ സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ചത്. എത്ര മണ്ണ്? 63 ഇനം മണ്ണുകൾ. അതിൽ കളിമണ്ണ് ഉൾപ്പെടെയുണ്ട്. മനുഷ്യനെ സൃഷ്ടിക്കുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു സൃഷ്ടിച്ചു. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ ثم عرضهم على الملائكة فقال أنبئوني بأسماء هؤلاء إن كنتم صادقين قالوا سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചെന്നു മാത്രമല്ല അറിവുള്ള മനുഷ്യനാക്കി. അല്ലാഹു ലോകത്തുള്ള സർവ്വ സൃഷ്ടിജാലങ്ങളുടെയും നാമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുത്തു. എല്ലാ വസ്തുക്കളുടെയും നാമങ്ങൾ പഠിപ്പിച്ചു. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. എല്ലാ വസ്തുക്കളുടെയും നാമങ്ങൾ മാത്രമല്ല, മുഫസ്സിറുകൾ രേഖപ്പെടുത്തുന്നു അതിന്റെ ഉപയോഗക്രമങ്ങളും അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തു. അഥവാ ഇന്നുള്ളതാകുന്ന നൂതനമാകുന്ന വസ്തുക്കൾ ഏതൊക്കെയുണ്ടോ, ശാസ്ത്രം കണ്ടുപിടിക്കുന്നതാകുന്ന ഇനി വരാനിരിക്കുന്ന വസ്തുക്കൾ ഏതൊക്കെയുണ്ടോ, കഴിഞ്ഞതാകുന്ന ഏതൊക്കെ വസ്തുക്കളുണ്ടോ അതിലെ എല്ലാത്തിന്റെയും ഉപയോഗക്രമങ്ങളും നാമങ്ങളും ഒക്കെ ആർക്കറിയാമായിരുന്നു? ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാമിന് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഏതൊക്കെ ശാസ്ത്രജ്ഞന്മാർ പുതുതായി ഏതൊക്കെ വസ്തുക്കൾ കണ്ടുപിടിച്ചാലും അതൊക്കെ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അറിവിൽ നിന്നാണ്.
ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഈ വസ്തുക്കളുടെ എല്ലാത്തിന്റെയും നാമങ്ങളും അതിന്റെ ഉപയോഗക്രമങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുത്തു എന്ന് വിശുദ്ധ ഖുർആൻ. എന്നിട്ടോ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കേണ്ട ഭൂമിയിലെ രക്തച്ചൊരിച്ചിലുണ്ടാക്കുന്നവനല്ലേ അവർ എന്ന് പറഞ്ഞതാകുന്ന മലായികത്തുകളുടെ മുന്നിലേക്ക് ഈ വസ്തുക്കളെ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല നിരത്തി വെച്ചു. ഖുർആനാണ് ഈ പറയുന്നത്. നല്ലതുപോലെ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വസ്തുക്കളെ മുഴുവനും നിരത്തി വെച്ചിട്ട് പറഞ്ഞു, അംബിഊനി ബി അസ്മാഇ ഹൗലായി ഇൻ കുന്തും സാദിഖീൻ. ഈ വസ്തുക്കളുടേതാകുന്ന നാമങ്ങളും അതിന്റെ ഉപയോഗക്രമങ്ങളും നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരണം. നിങ്ങൾ പറഞ്ഞ വിഷയത്തിൽ സത്യസന്ധത പുലർത്തുന്നവരാണ് എങ്കിൽ, നിങ്ങൾ സത്യവാന്മാരാണ്. നിങ്ങൾ പറയുന്നത് മനുഷ്യരെ സൃഷ്ടിക്കേണ്ടതില്ല, മനുഷ്യൻ ഈ ഭൂമുലോകത്ത് രക്തച്ചൊരിച്ചിലുകൾ ഉണ്ടാക്കുന്നവരാണ്, ഞങ്ങൾ വിക്രും സ്വലാത്തും തസ്ബീഹും നിനക്ക് ചൊല്ലുന്നുണ്ടല്ലോ എന്ന് വാദിച്ച നിങ്ങൾ ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാമങ്ങളും അതിന്റെ ഉപയോഗക്രമങ്ങളും ലോകത്തുള്ള എല്ലാ വസ്തുക്കളുടെയും ഉപയോഗക്രമങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ട് ആ വസ്തുക്കൾ മുഴുവനും മലായികത്തുകളുടെ മുന്നിൽ വെച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇതിന്റെ പേരുകളും ഉപയോഗക്രമങ്ങളും ഒക്കെ ഒന്ന് പറയും. ഉടനെ അവർ പറഞ്ഞു അത്രേ, സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. അല്ലാഹുവേ, ഞങ്ങൾക്ക് അറിവില്ല, നീ പരിശുദ്ധനാണ്, നീ ഏറ്റവും വലിയ തന്ത്രജ്ഞനാണ്, നീ അറിവുള്ളവനാണ്, നീ പ്രതാപശാലിയാണ്. ഞങ്ങൾ അറിവില്ലാത്തതുകൊണ്ട് വിവേകമില്ലാത്തതുകൊണ്ട് അത്തരത്തിലൊരു വർത്തമാനം പറഞ്ഞതിന് നീ പുറത്തു തരണം എന്ന അർത്ഥത്തിൽ മലായികത്തുകൾ റബ്ബിന്റെ മുന്നിൽ, പടച്ച റബ്ബിന്റെ മുന്നിൽ പൊരുത്തപ്പെടിയിക്കുകയാണ്. ഈ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, യാ ആദമു അംബിഉഹും ബി അസ്മാഇഹിം. ആദമേ, നീ ഇതിന്റെ ഉപയോഗക്രമങ്ങളും അതിന്റെ പേരുകളും ഒക്കെ ഇവർക്കൊന്ന് പറഞ്ഞു കൊടുത്തു. قال يا آدم أنبئهم بأسمائهم فلما أنبأهم بأسمائهم قال ألم أقل لكم إني أعلم غيب السماوات والأرض وأعلم ما تبدون وما كنتم تكتمون. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബി അലൈഹിസ്സലാമിനോട് പറയുകയാണ്, ആദമേ, ആദമേ, ഈ വസ്തുക്കളുടെ ഉപയോഗക്രമങ്ങളും അതിന്റെ പേരുകളും ഒന്നു വിടാതെ തന്നെ പരിപൂർണമായി ഈ മലായികത്തുകൾക്ക് പറഞ്ഞു കൊടുക്കണേ, പറഞ്ഞു കൊടുക്കണേ. ഫലമ്മാ അംബാഹും ബിഅസ്മാഇഹിം. ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ വർത്തമാനം മുഖേന ഇതാ അതിന്റെ കാര്യങ്ങൾ മുഴുവനും പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചു കൊടുത്തതായ ലോകത്തുള്ള സർവ്വ വസ്തുക്കളുടെയും നാമങ്ങൾ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒന്ന് വിടാതെ പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടനെ മലക്കുകളോട് ചോദിച്ചു അത്രേ, ഇന്നി അഅലമു ഗൈബസ് സമാവാതി വൽ അർദ് വഅഅലമു മാ തുബ്ദൂൻ വമാ കുൻതും തക്തുമൂൻ. അല്ലോ മലക്കുകളെ, മലക്കുകളെ, നിങ്ങളുടെ മനസ്സിന്റെ അകത്തളങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള കാര്യങ്ങൾ മുഴുവനും അറിയുന്നവനാണ് ഞാനെന്നുള്ള വസ്തുത അറിയില്ലയോ, അറിയില്ലയോ? അദൃശ്യജ്ഞാനമുള്ളവനാണ് ഞാനെന്നുള്ള കാര്യം മലക്കുകളെ നിങ്ങൾക്കറിയില്ലയോ? അലം അഖുൽ ലകും ഇന്നി അഅലമു ഗൈബസ് സമാവാതി വൽ അർദ്. ആകാശ